അമേരിക്കയോ ഇസ്രയേലോ ആക്രമണം നടത്തിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഊർജ്ജ കേന്ദ്രങ്ങളും ഇസ്രയേലിന്റെ തന്ത്രപ്രധാന മേഖലകളും പൂർണ്ണമായി തകർക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പുതിയ സൈനിക നീക്കങ്ങൾക്ക് വാഷിംഗ്ടണും ടെൽ അവീവും കോപ്പ് കൂട്ടുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാൻ നിലപാട് കടുപ്പിച്ചത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഒരുതരം ഭ്രാന്താണെന്ന് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ തസ്നീം വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി. പ്രകോപനമുണ്ടായാൽ ഏത് നിമിഷവും തിരിച്ചടിക്കാൻ രാജ്യം പൂർണ്ണ സജ്ജമാണ്. ഇസ്രായേലിലെ നിർണായക കേന്ദ്രങ്ങളിലും പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള അമേരിക്കൻ ഊർജ്ജ ശൃംഖലകളിലും ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ പ്രത്യാക്രമണ തന്ത്രങ്ങൾക്ക് ടെഹ്റാൻ ഇതിനകം തന്നെ രൂപം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 40 ദിവസത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിലും തുടർന്നുള്ള പോരാട്ടങ്ങളിലും ഇത്തരം സൈനിക നീക്കങ്ങൾ നടത്താനുള്ള തങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സായുധ സേന തെളിയിച്ചിട്ടുണ്ടെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശത്രുക്കളുടെ ഏത് പ്രതിരോധവും ഭേദിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇറാന്റെ അവകാശവാദം. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും ഇറാന്റെ റഡാറിലാണെന്നത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ വീണ്ടും ആക്രമണം നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് സൈനിക നടപടികളുടെ സാധ്യത വർദ്ധിച്ചത്. ഈ വാരാന്ത്യത്തിൽ തന്നെ പുതിയ ആക്രമണങ്ങൾ ആരംഭിച്ചേക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആണവ കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ചകളിലേക്ക് മടങ്ങില്ലെങ്കിൽ കടുത്ത സൈനിക നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ടെഹ്റാന് അമേരിക്ക കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ക്യാമ്പ് ഡേവിഡിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ സംസാരിക്കവേ വരാനിരിക്കുന്ന സൈനിക നീക്കങ്ങളെ കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായി സൂചന നൽകിയിരുന്നു. ഇറാനെതിരെ അമേരിക്ക അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന അവസ്ഥയിലേക്ക് അവർ വൈകാതെ എത്തിച്ചേരുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വാക്പോര് രൂക്ഷമാവുന്നത് പശ്ചിമേഷ്യയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് വഴിയൊരുക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. ഏത് മേഖലയിലെ തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയെയും സാരമായി ബാധിക്കും. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയെ ചൊല്ലിയുള്ള ആശങ്കകളും ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ ഈ സംഘർഷം കാരണമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.